रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीतायाः पतये नमः। दक्षिणे लक्ष्मणो यस्य वामे जनकात्मज पुरदो मारुतिर्यस्य तं वन्दे रघुनन्दनं। सीतालक्ष्मण भरतशत्रुघ्न हनुमल समेत ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. അയോധ്യയിൽ അങ്ങനെ സുഖമായി കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാലകാന്ഡം അവസാനിച്ചത്. അതിനുശേഷം അയോധ്യാകാന്ഡം ആരംഭിക്കുന്ന ആദ്യത്തെ കുറച്ച് സ്തുതിയൊക്കെ കഴിഞ്ഞ് സാക്ഷാൽ ശിവഭഗവാൻ ആ ദേവിക്ക് ഉപദേശം കൊടുക്കുകയാണ്. ദേവി ആ രാമന്റെ കഥ കേട്ട് ആനന്ദത്തോടുകൂടി അങ്ങനെ ഇരിക്കുകയാണ്. ദേവി വീണ്ടും പറഞ്ഞു, ആ ഭഗവാന്റെ ചരിതം കേട്ടാൽ നക്തന്ദിനം ജീവിതാവധികൾക്കിലും തൃപ്തി വരാമമ എണ്ടീല മുക്തിയും. രാവും പകലും കേട്ടാൽ എനിക്ക് മതിയാവില്ല, എനിക്ക് മുക്തിയൊന്നും വേണമെന്നില്ല. ഭഗവാന്റെ കഥ പറഞ്ഞു തരൂ. ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്ത്യാ പരമേശ്വരനോട് ചെന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു മന്മഥനാശനൻ സുന്ദരി കെട്ടുകൊള്ളുക എന്നരുളി ചെയ്തു. ഇങ്ങനെ ദേവി പറഞ്ഞപ്പോ ആ സാക്ഷാൽ ശിവഭഗവാൻ ആ ചരിതത്തെ കേൾക്കാൻ പറഞ്ഞു. എന്താ ആദ്യമായിട്ട് പറയുന്നത്? നാരദ മഹർഷി ഒരു ദിവസം അയോധ്യയിൽ വന്നു എന്നാണ്. അങ്ങനെ വന്നു സാക്ഷാൽ ശ്രീരാമനായിട്ട് പല കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പൊ നാരദ മഹർഷി വന്നപ്പോൾ തന്നെ വേഗം എഴുന്നേറ്റ് സ്വീകരിച്ചു, സീതാദേവിയോടുകൂടി നമസ്കരിച്ചു എന്നാണ്. വേണ്ട വിധത്തിൽ ആദരിച്ച് പൂജിച്ചു. പാദ്യം അർഘ്യം ആചമനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൂജിച്ചു. എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം അറിയണം. അങ്ങയെ കണ്ടതുകൊണ്ട് തന്നെ എൻ്റെ ജന്മം കൃതാർത്ഥമായി എന്ന് ഭഗവാനെ കണ്ടപ്പോൾ തൻ്റെയും ജന്മം സഫലമായി എന്ന് നാരദൻ. താൻ മാത്രമല്ല, തൻ്റെ രാജ്യവും ആളുകളും ഒക്കെ അങ്ങയുടെ ദർശനം കൊണ്ട് പരിശുദ്ധരാക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അങ്ങ് എന്തിനാണ് വന്നതെന്ന് പറയണം. ഞാൻ അധികം മിടുക്കനെന്നല്ല, മന്ദനായിട്ടുള്ള ആളാ. എങ്കിലും ശരി, അങ്ങ് പറഞ്ഞാൽ ഞാൻ നോക്കാം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ നാരദ മഹർഷി അതിന് മറുപടി പറഞ്ഞു. നാരദ മഹർഷി വെറുതെ ഇന്ന കാര്യത്തിന് വേണ്ടി വന്നതാണെന്നല്ല പറഞ്ഞത്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മറുപടിയാണ്. അതൊരു സ്തുതിയായിട്ട് നമുക്ക് കാണാം. എന്തിനെന്നെ മോഹിപ്പിപ്പതിന്നു നീ സന്തതം ലോകാനുകാരികളായി അതിചാതുര്യമുള്ളൊരു വാക്കുകൾ ഏറ്റവും മാധുര്യമോട് ചൊല്ലിയിടുന്നതിങ്ങനെ. മുഗ്ധങ്ങളായുള്ള വാക്യങ്ങളെ കൊണ്ടു ചിത്തമോഹം വളർക്കേണ്ട രഘുപതേ. ലൗകികമായുള്ള വാക്യങ്ങൾ എന്നാലും ലോകോത്തമന്മാർക്കു വേണ്ടി വരുമല്ലോ. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോ നാരദ മഹർഷി പറഞ്ഞു, എന്തിനാ എന്നെ ഇങ്ങനെ വട്ടം കറക്കാനായിട്ട് അങ്ങ് ഓരോ കാര്യങ്ങൾ പറയുന്നത്? വളരെ മധുരത്തോട് മാധുര്യമായിട്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ ഉള്ളില് ഒരു തരത്തിലുള്ള തെറ്റിദ്ധാരണയും ഉണ്ടാക്കാൻ പാടില്ല. ചില ലോകത്തിലെ ശ്രേഷ്ഠന്മാരായ ആളുകളൊക്കെ എങ്ങനെയാ, ചില സമയത്ത് അവർ ലൗകികമായ പല കാര്യങ്ങളും പറയും. എന്നിട്ട് പറയാണ്, ഇനിയാണ് കേൾക്കേണ്ട ഭാവം. യോഗേശനായ നീ സംസാരി ഞാൻ എന്നു ലോകേശ ചൊന്നതു സത്യമത്രേ ദൃഢം. നീ വാസ്തവത്തിലാണ് ഭഗവാനെ, അങ്ങ് ആരാണ്? യോഗേശനാണ്. പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങ് സംസാരിയാണെന്ന്. അങ്ങനെ പറഞ്ഞു, ലോകേശ അങ്ങ് ലോകത്തിന്റെ ഈശ്വരനാണ്, എങ്കിലും ചൊന്നതു സത്യമത്രേ ദൃഢം. അത് ഉറപ്പാ. എന്തുകൊണ്ടാണ് അങ്ങയെ സംസാരി എന്ന് പറയാൻ കാരണം? സർവജഗത്തിനും കാരണഭൂതയായി സർവമാതാവായ മായാ ഭഗവതി, സർവജഗൽപിതാവാകിയ നിന്നുടെ ദിവ്യ ഗൃഹിണിയാകുന്നതു നിർണയം. ഈ ലോകത്തിന് മുഴുവൻ കാരണഭൂതയായിട്ട് എല്ലാവരുടെയും മാതാവായിരിക്കുന്ന ആ മായാ ഭഗവതി, അവിടുന്നാണെങ്കിലോ സർവജഗൽപിതാവ്, ഈ ലോകത്തിന് മുഴുവൻ അച്ഛനാണ്. അങ്ങനെയുള്ള അങ്ങയുടെ ജഗൽപിതാവായ അങ്ങയുടെ ദിവ്യഗൃഹിണിയാകുന്നതു നിർണയം. അവിടുത്തെ ആ ദിവ്യമായ ആ ഗൃഹത്തിൻ്റെ ഗൃഹിണി, വീട്ടമ്മയാണ് ആ മായ.
ഈരേഴു ലോകവും നിന്റെ ഗൃഹം. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിലോ ഈ ഈരേഴ് 14 ലോകവും അവിടുത്തെ വീടാണ്. ചേരും ഗൃഹസ്ഥനാകുന്നതെന്നുള്ളതും. അതുകൊണ്ട് അങ്ങ് ആരാണ്? അങ്ങ് ഗൃഹസ്ഥനാണ്. നിന്നുടെ സന്നിധി മാത്രേണ മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും. ഭഗവാനെ, നിന്റെ സാന്നിധ്യം കൊണ്ട്, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് മാത്രം, സന്നിധി മാത്രേണ, വേദാന്തത്തിലെ ഒരു അല്ലെങ്കിൽ സൃഷ്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന സമയത്ത് പറയും സന്നിധി മാത്രേണ. അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് മാത്രം മായയിൽ നിന്ന് ജനിക്കുന്നു നാനാ പ്രജകളും. സകല പ്രജകളും എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളും. ആരൊക്കെയാണ്? അർണോജ സംഭവനാദി തൃണാന്തമായി ഒന്നൊഴിയാതെ ചരാചര ജന്തുക്കൾ ഒക്കവേ നിന്നപത്യം. അർണോജൻ, അർണവം ജലം, അർണോജം താമര, അർണോജ സംഭവൻ താമരയിൽ ഉണ്ടായവൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്. ബ്രഹ്മാവ് മുതൽ തൃണം പുല്ലുകൊടി വരെ ഒന്നൊഴിയാതെയുള്ള എല്ലാ ചരാചര ജന്തുക്കളും ഒക്കവേ നിന്നപത്യം, നിന്റെ മക്കളാണ്. പുനരാകയാൽ, അതുകൊണ്ട് ഒക്കും പറഞ്ഞതു സംസാരി. അതുകൊണ്ടാ ഞാൻ അങ്ങയെ സംസാരി എന്ന് പറഞ്ഞു. ഈ ലോകത്തിലെ സകലതും എന്താണ്? അങ്ങയുടെ മക്കളാണ്. അങ്ങ് ഗൃഹസ്ഥനാണ്, ദേവി ഗൃഹിണിയാണ്. അതുകൊണ്ട് അങ്ങ് സംസാരിയാണ് എന്ന് മനസ്സിലാക്കണം. ഇക്കണ്ട ലോക ജന്തുക്കൾക്കു സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ. ഈ കാണുന്ന ലോകത്തിലെ ജന്തുക്കൾക്കൊക്കെ എല്ലായ്പ്പോഴും അച്ഛനായിരിക്കുന്ന ആരാണ്? അങ്ങ് തന്നെയാണ്. ശുക്ലരക്താസിത വർണ്ണഭേദം പൂണ്ടു സത്വരജസ്തമോ നാമഗുണത്രയുക്തയായിടിന വിഷ്ണു മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും. ശുക്ലം വെളുപ്പ്, രക്തം ചുവപ്പ്, അസിതം കറുപ്പ്, ഇങ്ങനെ 3 നിറങ്ങൾ വർണ്ണഭേദം പൂണ്ട്. സത്വരജസ്തമോ ഗുണം, സത്വത്തിന്റെ നിറം ശുക്ലം വെളുത്തതാണ്, രജസിന്റെ രക്തം അല്ലെങ്കിൽ ചുവപ്പാണ്, തമോ ഗുണത്തിന്റെ അസിതം അല്ലെങ്കിൽ കറുപ്പാണ്. ഇങ്ങനെ 3 ഗുണത്രയ യുക്തയായിടിന, ഇങ്ങനെ 3 ഗുണത്രയോട് ചേർന്ന വിഷ്ണു മഹാമായ. വിഷ്ണുവിന്റെ മായയ്ക്ക് 3 ഗുണങ്ങളാണ്. ത്രിഗുണാത്മിക മായ എന്നാണ്. അപ്പൊ 3 ഗുണങ്ങളാണ്. എന്ത്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ആ മഹാമായ ശക്തിയല്ലോ തവ പത്നിയാകുന്നതും. അവിടുത്തെ പത്നി, അവിടുത്തെ ശക്തിയായിരിക്കുന്നത് ആരാണ്? ഈ ത്രിഗുണാത്മികയായ മായയാണ്. സത്വങ്ങളെ ജനിപ്പിക്കുന്നതും അവൾ. സത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആരാണ്? ഈ മായയാണ്. സത്യം ത്വയോക്തം, അതിനില്ല സംശയം. സത്യമാണ്. ത്വയാ ഉക്തം, അങ്ങ് പറഞ്ഞതില് സംശയമൊന്നുമില്ല. പുത്രമിത്രാത്ത കളത്ര വസ്തുക്കളിൽ സക്തനായുള്ളൂ ഗൃഹസ്ഥൻ മഹാമതേ. പുത്രന്മാരെ, മക്കള്, മിത്രം, കൂട്ടുകാരെ, അർത്ഥം, ധനം, കളത്രം, ഭാര്യ, ഈ കണ്ട കാര്യങ്ങളിലൊക്കെ, വസ്തുക്കളിലൊക്കെ ആസക്തനായിരിക്കുന്ന ആളാണ് ഗൃഹസ്ഥൻ. മഹാമതേ, അങ്ങാരാണ്? മഹാമതിയാണ്, വലിയ ബുദ്ധിശാലിയായിട്ടുള്ള ആളാ. ലോകത്രയ മഹാഗേഹത്തിനു ഭവാൻ ഏകനായൊരു ഗൃഹസ്ഥനാകുന്നതും. ഈ ത്രിലോകമാകുന്ന അല്ലെങ്കിൽ 3 ലോകങ്ങളാകുന്ന, 3 ലോകം എന്ന് പറഞ്ഞാൽ ഭൂമി നടുക്ക്, മുകളിൽ ഊർധ്വലോകം, താഴെ അധോലോകങ്ങൾ, ഇങ്ങനെ 3 ലോകത്തിന് ഭവാൻ ഏകനായൊരു ഗൃഹസ്ഥനാകുന്നതും. അങ്ങാണ് ഒരേ ഒരു ഗൃഹസ്ഥനായിട്ടുള്ളത്. നാരായണൻ നീ രമാദേവി ജാനകി, മാരാരിയും നീ ഉമാദേവി ജാനകി. അങ്ങാരാണ്? സാക്ഷാൽ നാരായണനാണ്. അപ്പൊ നാരായണന്റെ ശക്തിയായുള്ള രമാദേവി ആരാണ്? അങ്ങ് തന്നെയാണ്. ഇപ്പൊ ജാനകി ആയിരിക്കുന്നു അങ്ങ് തന്നെയാണ്. നാരായണൻ നീ ശ്രീരാമൻ, രമാദേവി ജാനകി. ശ്രീരാമന്റെ ശക്തി ജാനകി. മാരാരിയും നീ ഉമാദേവി ജാനകി. മാരൻ കാമദേവന്റെ അരി ശിവഭഗവാൻ. ശിവഭഗവാനായിരിക്കുന്ന ആരാണ്? നീയാണ്, ശ്രീരാമനാണ്. ഉമാദേവി ആരാണ്? ഉമാദേവി ജാനകി. സാക്ഷാൽ പാർവതി ദേവി ആയിരിക്കുന്നതാണ് സീതയാണ്, അല്ലെങ്കിൽ ആ പാർവതി ദേവി തന്നെയാണ് സീത. സാരസ സംഭവനായതും നീ. സാരസം സരസിൽ നിന്നുണ്ടായത് താമര. സാരസംഭവൻ താമരയിൽ ഉണ്ടായവൻ ബ്രഹ്മാവായിരിക്കുന്ന ആരാണ്? നീയാണ്. തവ ഭാരതീ ദേവിയാകുന്നതും ജാനകി. അവിടുത്തെ ഭാരതി, അറിവിന്റെ ദേവത, ആ സരസ്വതി ദേവി ആയിരിക്കുന്ന ആരാണ്? സീതയാണ്. ആദിത്യനല്ലോ ഭവാൻ പ്രഭാജാനകി. ആദിത്യൻ സൂര്യനാണ് അങ്ങ്. പ്രഭാജാനകിയെ, സൂര്യന്റെ പ്രകാശം, ആ പ്രഭ, അത് സീതയാണ്. ശീതകരണൻ നീ രോഹിണി ജാനകി. ശീതകരണൻ തണുത്ത ശീതളമായ കിരണമുള്ളവൻ. ചന്ദ്രൻ
അങ്ങാണെങ്കിൽ രോഹിണി ആരാണ്? സീതയാണ്. ചന്ദ്രന്റെ പത്നിയായ രോഹിണി സീതയാണ്. ആതിഥേയാധിപൻ നീ ശചി ജാനകി. ആതിഥേയന്മാർ എന്ന് പറഞ്ഞാൽ ദേവന്മാര്. ആതിഥേയ അധിപൻ എന്ന് പറഞ്ഞാൽ ദേവന്മാർ അധിപൻ ദേവേന്ദ്രൻ. ദേവേന്ദ്രനാണ് അങ്ങ്. ശചി ജാനകി, ദേവേന്ദ്രന്റെ ഭാര്യയായ ശചിയാണ് സീത. ജാതവേദസ്സു നീ സ്വാഹ മഹീസുത. ജാതവേദസ് അഗ്നി ഭഗവാൻ. അഗ്നി ഭഗവാന്റെ പത്നിയാണ് സ്വാഹ. സ്വാഹയായിട്ടുള്ളതാണ് മഹീസുത. മഹീസുത സീതാദേവി. അർക്കജന്നീ ദണ്ഡനാ നീതിയും ജാനകി. അർക്കജൻ സൂര്യന്റെ മകൻ. അർക്കജൻ എന്ന് പറഞ്ഞാൽ യമൻ. യമൻ അങ്ങാണ്. ദണ്ഡനീതിയും ജാനകി. ആ യമന്റെ ദണ്ഡം അത് കൃത്യമായി പാലിക്കുന്ന, ദണ്ഡനീതി നടപ്പാക്കുന്ന ഏറ്റവും മിടുക്കനായിട്ടുള്ള ആളാണ്. അതായത് യമനാണ്. യമന്റെ ദണ്ഡനീതി ആരാണ്? ജാനകി. രക്ഷോവരൻ ഭവാൻ താമസി ജാനകി. രക്ഷോവരൻ. രക്ഷോവരൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അഷ്ടദിക്പാലകന്മാരിൽ ഒരാളായിട്ടുള്ള നിറുതി. ആ നിറുതിയുടെ താമസഭാവമായിരിക്കുന്നത് ജാനകിയാണ്, സീതാദേവിയാണ്. പുഷ്കരേന്ദ്രൻ ഭവാൻ ഭാർഗവി ജാനകി. പുഷ്കരേന്ദ്രനായിട്ടുള്ള ആള് അങ്ങാണ്. ഭാർഗവി ജാനകി എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാവിഷ്ണുവും ഭാർഗവി ഭൃഗുവിന്റെ വംശത്തിൽ വരുന്ന ലക്ഷ്മി ദേവി. ശക്രദൂതൻ നീ സദാഗതി ജാനകി. ശക്രദൂതൻ ദേവേന്ദ്രന്റെ ദൂതൻ വായു. സദാഗതി ജാനകി, ആ എപ്പോഴുമുള്ള ചലനം അത് ജാനകിയാണ്. രാജരാജൻ ഭവാൻ സമ്പൽക്കരി സീത. രാജരാജൻ, ആ രാജാക്കന്മാർ രാജൻ, ചക്രവർത്തി. സമ്പൽക്കരി സമ്പത്ത്, സമ്പൽ സമൃദ്ധി, അത് സീതയാണ്. രാജരാജൻ നീ വസുന്ധര ജാനകി. രാജരാജൻ ചക്രവർത്തിയാണ് അങ്ങ്. വസുന്ധര ഭൂമി ജാനകി. രാജപ്രവരകുമാര രഘുപതേ രാജീവലോചന രാമദയാനിധേ. രാജപ്രവരകുമാര, രാജക്കന്മാരിൽ ശ്രേഷ്ഠനായ ആ ദശരഥന്റെ മകനായിട്ടുള്ള ശ്രീരാമ, രഘുപതിയായിട്ടുള്ള ശ്രീരാമ. രാജീവലോചന, താമരക്കണ്ണനായിട്ടുള്ള രാമ ദയാനിധേ. രുദ്രനല്ലോ ഭവാൻ രുദ്രാണി ജാനകി. രുദ്രനായിരിക്കുന്നവരാണ് അങ്ങാണ്. രുദ്രന്റെ ശക്തിയായ രുദ്രാണി സീതയാണ്. സ്വർദ്രുമം നീലദാരൂപിണി ജാനകി. സ്വർദ്രുമം സ്വർഗലോകത്തെ വൃക്ഷം, അല്ലെങ്കിൽ നല്ല വൃക്ഷം എന്നർത്ഥം. കൽപ്പവൃക്ഷം, അതിലെ ലത വള്ളിയായിരിക്കുന്നത്. മരത്തിന്മേൽ വള്ളിയൊക്കെ പറ്റിക്കിടക്കാനല്ലേ. ലതാരൂപിണി ജാനകി. വിസ്തരിച്ചെന്തിനേറെ പറഞ്ഞിടുന്നു സത്യപരാക്രമ സൽഗുണവാരിതേ. എന്തിനാ കൂടുതൽ ഞാൻ പറയുന്നത്? യാതൊന്നു പുല്ലിംഗവാചകം വേദാന്തവേദ്യ തത്സർവവുമേവ നീ ചേതോ വിമോഹന സ്ത്രീലിംഗവാചകം യാതൊന്നതൊക്കവേ ജാനകീ ദേവിയും. പുല്ലിംഗവാചകമാടി അതൊക്കെ ഉണ്ടോ? അത് അങ്ങാണ്. സ്ത്രീലിംഗവാചകമാടി യാതൊന്നുണ്ടോ? അത് സീതാദേവിയാണ്. ഇപ്പോഴും സംസ്കൃതത്തിലൊക്കെ വ്യാകരണം പഠിക്കുന്ന സമയത്ത് പുല്ലിംഗവാചകം പഠിക്കുമ്പോൾ രാമഹ എന്നുള്ള വാക്കാണ്. സ്ത്രീലിംഗവാചകമാണെങ്കിൽ സീത, അത് വെച്ചിട്ടാണ് പഠിപ്പിക്കുക. അപ്പൊ ഇപ്പോഴും ആ എന്താ പറയുക, പുല്ലിംഗവും സ്ത്രീലിംഗവും ഒക്കെ ഇങ്ങനെയാണ്. ഇംഗ്ലീഷിലും നമ്മുടെ നാട്ടിലൊക്കെ പഠിക്കുമ്പോൾ രാമ സീത എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ പുല്ലിംഗവാചകമായിട്ട് വ്യാകരണത്തിൽ ഉപയോഗിക്കുന്ന അങ്ങയുടെ പേരാണ്, സ്ത്രീലിംഗമായിട്ട് ഉപയോഗിക്കുന്ന സീതയുടെ പേരാണ്. നിങ്ങളിരുവരുമെന്നിയേ മറ്റൊന്നും എങ്ങുമേ കണ്ടീല കേൾപ്പാനുമില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും അല്ലാതെ ഈ ലോകത്ത് വേറൊന്നും. ഈ കാണുന്ന ആളുകളെല്ലാം എന്താണ്? സീതാമാരാണ്. ഒരാള് രാമൻ, മറ്റേ സീത. അങ്ങനെയുള്ളൊരു നിന്നെ തിരഞ്ഞറിഞ്ഞ് എങ്ങനെ സേവിച്ചു കൊള്ളൂ ജഗൽപതേ. അങ്ങനെയുള്ള അങ്ങയെ അറിഞ്ഞിട്ട് എങ്ങനെയാ സേവിക്കുക? ജഗൽപതേ, ജഗത്തിന്റെ പതിയായിട്ടുള്ളവനെ. ഇനിയുമുണ്ട് നാരദസ്തുതി, അത് തുടർന്ന് കാണാം.